ഇന്നത്തെ വീഡിയോ നമ്മളൊരു ചെറിയ ക്രൂസിന് പോകുന്നതാണ്. ഇതൊരു വെയിൽ വാച്ചിങ് ക്രൂസാണ്. കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു നമ്മൾ ഈ യാത്ര പോയത്. പിന്നെ പോകുന്ന വഴി ഫോട്ടോസ് എടുത്ത് പഠിക്കാനും കൂടാണ് ഈ ചെറിയ യാത്രകളുടെ മറ്റൊരു ഉദ്ദേശം. എൻ്റെ ബർത്ത്ഡേ ആയതിനാൽ ഒരു സാധാരണ ആഘോഷത്തിന് പകരം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് കരുതിയാണ് നമ്മൾ ഈ വെയിൽ വാച്ചിങ് ക്രൂസ് ബുക്ക് ചെയ്തത്. ഓക്ലൻഡിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത് ഹൗറാക്കി ഗൾഫിലേക്ക്. ശരിക്കും ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിലുള്ള ചില സ്ഥലങ്ങളാണ് ഈ വെയിൽ വാച്ചിങ്ങിന് ഫേമസ്. ഓക്ലൻഡിൽ നിന്നും ഉണ്ടെന്ന് അറിഞ്ഞപ്പം എങ്ങനെയുണ്ടെന്ന് പോയി നോക്കണം എന്നൊരു താല്പര്യം തോന്നി നമ്മൾ ബുക്ക് ചെയ്തതാണ്. എക്സ്പ്ലോർ എന്നുള്ളൊരു കമ്പനിയാണ് ഈ ടൂർ നടത്തുന്നത്. 5 മണിക്കൂറാണ് ഇതിൻ്റെ ദൈർഘ്യം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വെയിൽസിനെ കാണാൻ പറ്റും. ഒരുപാട് എക്സ്പെക്റ്റേഷനൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. ഓക്ലൻഡ് സിറ്റിയിലുള്ള ആൽബർട്ട് പാർക്കിൻ്റെ സൈഡിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ഇപ്പോൾ ഇത് പേ ആൻഡ് പാർക്കാണ്. പണ്ടൊക്കെ ഇത് ഇവിടെ ഫ്രീ ആയിരുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ ആൽബർട്ട് പാർക്കിലൂടെ അതിൻ്റെ ഉള്ളിലൂടെ നടന്ന് സിറ്റിയിലേക്ക് ഇറങ്ങിയാണ്. നല്ല വ്യൂ ആണ് പാർക്കിൽ നിന്നും സിറ്റിയുടെ. നമുക്കിനി സിറ്റിയുടെ കാഴ്ചകളും പാർക്കിൻ്റെ കാഴ്ചകളും കണ്ട് പതിയെ നടന്ന് വാർഫിലോട്ട് പോകാം. നമ്മൾ പോകുന്ന ഒരു ശനിയാഴ്ച രാവിലെയാണ്. ആൾക്കാരൊക്കെ സിറ്റിയിലേക്ക് ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. ബിൽഡിങ്ങിന് ഇടയ്ക്കൂടെയൊക്കെ നമ്മളിങ്ങനെ നടന്ന് നീങ്ങുമ്പോഴാണ് ഒരു ചെറിയ മാർക്കറ്റ് കണ്ടത്. ഒരു സ്ക്വയറിൻ്റെ നടുക്കാണ്. ഇത് എല്ലാ ആഴ്ചയും ഇവിടെ ഉള്ളതാണോ എന്ന് നമുക്കറിയത്തില്ല. ഫുഡ് മാർക്കറ്റാണ്. എല്ലാം പല പല രാജ്യങ്ങളുടെ ഫുഡ് ഐറ്റംസാണ്. വലിയ ഹെവി ഐറ്റംസ് ഒന്നുമില്ല. കൂടുതലും സ്ട്രീറ്റ് ഫുഡ് പോലത്തെ സെറ്റപ്പൊക്കെയാണ്. നമ്മൾ ഒരു അർജൻറ്റീനിയൻ കടയിലാണ് നേരെ കയറി ചെന്നത്. ഫുഡ് മേടിച്ച ഒരു അർജൻറ്റീനിയൻ കടയിൽ നിന്നായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ മെസ്സി ഫാനാന്ന് പറഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഡിസ്കൗണ്ട് ഒന്നും തന്നില്ല. അവിടെ നിന്നും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബിൽഡിങ്ങുകളുടെയൊക്കെ ഇടയ്ക്കൂടെ വാർഫിലേക്ക് നടന്നു തുടങ്ങി. ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ നടക്കാൻ നല്ല രസമാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് അതിന്. ഭയങ്കരമായ തിരക്കും ട്രാഫിക്കൊക്കെ കാരണം പൊതുവെ ഞങ്ങൾ സിറ്റിയിലോട്ട് അങ്ങനെ വരാറില്ല. പക്ഷെ വരുമ്പോഴൊക്കെ ഇത് ഈ ബിൽഡിങ്ങുകളും ആളുകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അഡിഡാസ്. ഈ വോർഫിനടുത്ത് തന്നെയാണ് ഓക്ലൻഡ് മാരിടൈം മ്യൂസിയം. ഇവിടെ ഒരിക്കൽ വരണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ വാർഫിലെത്തിയിരിക്കുന്നു. ഇവിടെ ഒരുപാട് ഫെറി സർവീസുകളും ഷിപ്പുകളും ഒക്കെ വരുന്നൊരു വാർഫാണ്. എത്തിയപ്പോൾ തന്നെ നേരെ പോയി നമ്മൾ ഈ എക്സ്പ്ലോർ എന്ന കമ്പനിയുടെ സ്റ്റോളിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തു. നമുക്ക് 2 ടിക്കറ്റും കിട്ടി. വെയിൽ വാച്ചിങ്ങിന് പോകാൻ ഒരുപാട് പേരുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ ആൾക്കാരോടുണ്ട്. ഫാമിലിയായിട്ട് വന്നവരുണ്ട്, ഒറ്റയ്ക്ക് വന്നവരുണ്ട്, ഫ്രണ്ട്സായിട്ട് വന്നവരൊക്കെ ഉണ്ട്. ചിലരൊക്കെ വലിയ ക്യാമറയൊക്കെ കൊണ്ട് വന്നവരുമുണ്ട്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. വെയിൽ ഹണ്ടിങ്ങിനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്.
ബോട്ടിലേക്ക് കയറാൻ വേണ്ടി എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ആൾക്കാരെ ഓരോരുത്തരായിട്ട് വിളിച്ച് കയറ്റാൻ തുടങ്ങി. അകത്ത് കയറുന്നതിന് മുന്നേ എല്ലാവരോടും അവിടുത്തെ സ്റ്റാഫ് കുറച്ച് സേഫ്റ്റി ബ്രീഫിംഗ് ഒക്കെ നടത്തി. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വെയിലിനെ കാണാം. ഒരു വൈൽഡ് ലൈഫിനെയും കണ്ടില്ലെങ്കിൽ നമുക്ക് ഫുൾ റീഫണ്ട് കിട്ടും. പക്ഷേ വെയിലിനെയോ ഡോൾഫിനെയോ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ റീഫണ്ട് കിട്ടത്തില്ല. അത് കേട്ടപ്പോൾ തന്നെ പണി കിട്ടി എന്നെനിക്ക് തോന്നി. കാരണം എപ്പോൾ ഫെറി റൈഡ് പോകുമ്പോഴെല്ലാം നമ്മൾ ഡോൾഫിനെ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യവും എന്തായാലും കാണും, അത് ഉറപ്പാണ്. അപ്പം വെയിൽ വാച്ചിങ്ങിന് പോയി വെയിലിനെ കണ്ടില്ലേ, റീഫണ്ട് കിട്ടില്ല, പൈസ പോയെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു. ഇനി പ്രതീക്ഷ വെയിലിനെ കാണണം. എനിക്ക് പണ്ട് മുതലേ പ്രിയപ്പെട്ട 2 ജീവികളാണ് വെയിൽസും ഡൈനോസോറും. ഡൈനോസോറിനെ എന്തായാലും കാണാൻ പറ്റത്തില്ല, ഈ വെയിൽസിനെങ്കിലും നേരിട്ട് കാണാൻ പറ്റുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. തുടക്കം മുതലേ അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്ക് തെറ്റി. ഈ ഫെറി നേരെ കടലിലേക്ക് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനല്ല. ഈ ഫെറിയിൽ ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ട്. അതായത് ഐലൻഡ് ടു ഐലൻഡ് പോകുന്ന പാസഞ്ചേഴ്സ് ഉണ്ട്. പോകുന്ന വഴിയെല്ലാം ഈ ഫെറി പല പല ഐലൻഡുകളിൽ നിർത്തിയിട്ട് അവിടെ ആൾക്കാരെ ഇറക്കി ചിലരെ അവിടുന്ന് കയറ്റി അടുത്ത ഐലൻഡിലേക്ക് കൊണ്ടുവിടുക, അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ടെന്ന് ഇതിലെ ക്യാപ്റ്റൻ ഇരുന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം നമുക്കൊരു വിഷമവും കൺഫ്യൂഷനൊക്കെ തോന്നിയെങ്കിലും പക്ഷേ പിന്നെ അത് മാറി. കാരണം നല്ല മനോഹരമായ ഐലൻഡുകളാണ്. അതിൻ്റെ എല്ലാം കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റി. ഈ പോകുന്ന ഐലൻഡുകളിലെല്ലാം ഒരുപാട് വോക്സ് ഉണ്ട്, ക്യാമ്പ് ഗ്രൗണ്ടുകളുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ് ഉണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ആൾക്കാർ അവിടെ പോകുന്നത്. ചിലയിടത്ത് താമസക്കാരും ഉണ്ട്. ഇതൊക്കെ ഓക്ലൻഡിൽ ഉണ്ടെന്ന് നമുക്ക് അറിയാമെങ്കിലും, അതായത് ഈ മാപ്പിലൂടെയും ആൾക്കാർ പറഞ്ഞൊക്കെ ആയിട്ട് അറിവുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴും ആൾക്കാർ ഇവിടെ ഇറങ്ങി പോകുമ്പോഴും വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്താലോ എന്നൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഫെറിയിലുണ്ടായിരുന്ന മിക്കവാറും ആൾക്കാർ ഇറങ്ങിയത് ഈ രണ്ടാമത് നിർത്തിയ ഐലൻഡിലായിരുന്നു. അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഇറങ്ങി. നമ്മുടെ ഇവിടെ മുകളിലിരുന്നവരും അതിൻ്റെ മുകളിലിരുന്നവരുമാണ് വെയിൽ വാച്ചിങ്ങിന് പോകുന്നത്. അങ്ങനെ അവസാന ഐലൻഡിനെയും പിന്നിലാക്കി നമ്മുടെ ഫെറി ഇതാ ഡീപ്പ് വാട്ടറിലേക്ക് പോയി തുടങ്ങി. ഇവിടെയാണ് റിയൽ സെർച്ച് തുടങ്ങിയത്. നല്ല സ്പീഡിലാണ് പോകുന്നത്. വെള്ളമൊക്കെ അടിച്ച് തെറിപ്പിച്ച് എല്ലാവരെയും എക്സൈറ്റഡ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിക്കും, എവിടെ വെയിലെവിടെ വെയിലെവിടെയാണ്. ഇടയ്ക്ക് ക്യാപ്റ്റൻ പറയുന്നുണ്ട്, എവിടെയെങ്കിലും പക്ഷികളുടെ അതായത് ഗാനറ്റുകളുടെ കൂട്ടം പറന്നു കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ ഏരിയയിൽ വെയിൽസ് ഉണ്ടാകും എന്ന്. അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അവിടെ സൂക്ഷിച്ച് നോക്കി ഇങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കും. അത് വെയിലാണോ? പക്ഷേ അല്ല,
അവിടെ ഒന്നും കാണത്തില്ല. കുറച്ച് നേരം ഒരു സ്ഥലത്ത് കറങ്ങി നടന്നിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഈ ക്യാപ്റ്റന് മറ്റു ബോട്ടുകളിൽ നിന്നും മെസ്സേജുകൾ വരുന്നുണ്ട്. ഇവിടെ ഗാനറ്റുകളെ കാണുന്നുണ്ട്. ആ ഏരിയയിലോട്ട് പോകാൻ വേണ്ടി മെസ്സേജ് ക്യാപ്റ്റന് കിട്ടും. അപ്പോൾ ഈ ബോട്ട് അങ്ങോട്ട് വെച്ച് പിടിക്കും. കുറേ നേരം സ്പീഡിൽ ഓടിയിട്ട് ഈ ഗാനറ്റുകളെ കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോയി സ്ലോ ഡൗൺ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അങ്ങനെ 3-4 വട്ടമായി, എന്നിട്ടും വെയിലിനെ കണ്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശകലം മൂവ്മെന്റുകൾ ഉണ്ടായി തുടങ്ങി. ഡോൾഫിൻസ്, അതും ഒരുപാട് ഡോൾഫിൻസ് നമ്മുടെ ബോട്ടിൻ്റെ എല്ലാ സൈഡിലൂടെയും ഇങ്ങനെ റേസ് ചെയ്ത് വരുന്നു. എന്നിട്ട് മുന്നിൽ വന്ന് ചാടി ചാടി പോകുന്നു. എല്ലാവരും ഇത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ ഹാപ്പിയാണ് ഡോൾഫിനെ കണ്ടപ്പോൾ. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് വെയിൽസിനെ കാണാനാണ്. അതുകൊണ്ട് ഡോൾഫിനെ കണ്ടതിൻ്റെ സന്തോഷം ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിലൊരു പേടിയുണ്ട്, വെയിൽസിനെ കാണാൻ പറ്റുമോ ഇല്ലയോ. കണ്ടില്ലെങ്കിൽ ഡോൾഫിനെയും കണ്ടു, റീഫണ്ടും കിട്ടത്തില്ല. ഇത്രയും മണിക്കൂറുകൾ നമ്മൾ കളയുന്നത് വെറുതെ ആവും. പക്ഷേ ക്രൂസ് നല്ല രസമാണ്. പക്ഷെ നമ്മൾ പൈസ ചിലവാക്കുന്നത് അതിന് വേണ്ടിയല്ലല്ലോ. പക്ഷെ നമ്മുടെ ക്യാപ്റ്റനും ക്രൂവും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർ വീണ്ടും സെർച്ചിങ് തുടങ്ങി. വി വെയിറ്റഡ്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. എങ്ങും കര കാണാൻ പറ്റത്തില്ല, മൊത്തം കടൽ, വെള്ളം മാത്രം. പല പല ലൊക്കേഷനിൽ പോയി നമ്മൾ വണ്ടി നിർത്തി വെയിറ്റ് ചെയ്തു. കുട്ടികളൊക്കെ അവരുടെ മാതാപിതാക്കളോട് ചോദിച്ചു തുടങ്ങി, വെയിലെവിടെ, വെയിലെപ്പോൾ വരുമെന്ന്. അവരെ ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഡോൾഫിൻസ് വന്നു. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാഴ്ച ഉള്ളത്, ഈ ഗാനറ്റുകൾ ഇര പിടിക്കുന്നതാണ്. അവർ മീനിനെയൊക്കെ കഴിക്കാൻ വേണ്ടി ആകാശത്തുനിന്ന് ഒരു ബുള്ളറ്റ് വന്ന് വീഴുന്ന പോലെ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും. എന്നിട്ട് മീനുകളെ പിടിച്ചുകൊണ്ട് പറന്നു പോകും. അത് അടിപൊളി കാഴ്ചയാണ്. മഴ പെയ്യുന്ന പോലെയാണ് ചില സമയത്ത് ഇതുകൾ വന്ന് വീഴുന്നത്. കുറേ നേരം പുറത്ത് നിന്ന് ബോറടിച്ച ശേഷം നമ്മൾ അകത്ത് കയറി കുറച്ച് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചു. എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്തു. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്, പ്രകൃതി നമ്മുടെ സമയം അനുസരിച്ച് വർക്ക് ചെയ്യത്തില്ലല്ലോ. ചില ദിവസങ്ങളിൽ വെയിൽസ് വരും, ചില ദിവസങ്ങളിൽ വരത്തില്ല. ചില ദിവസങ്ങളിൽ ഈ വെയിൽസ് ഓക്ലൻഡ് ഹാർബറിൻ്റെ അടുത്ത് വരെ വരാറുണ്ട്. അങ്ങനെ 5 മണിക്കൂറിന് ശേഷം ബോട്ട് പതുക്കെ ഓക്ലൻഡിലേക്ക് തിരിച്ചു. നമ്മൾ ടയേർഡാണ്. നമ്മൾ മാത്രമല്ല, നമ്മളിവിടെ പുറത്ത് നിന്ന് എല്ലാവരും ടയേർഡാണ്. ഒരുപാട് തണുത്ത കാറ്റ് കൊണ്ടും നല്ല കട്ട വെയിലും കൊണ്ടും ചിലർക്ക് കണ്ണുപോലും തുറക്കാൻ വയ്യ. കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. വെയിൽസിനെ കാണാൻ വന്ന് നല്ല വെയിലുമുണ്ട്. നമുക്കും ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പക്ഷേ ഈ യാത്രയും അതിൽ കണ്ട കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു. എന്നാലും നമ്മൾ കൊടുത്ത പൈസയ്ക്ക് ഇത് പുറത്തല്ല, വെയിലിനെ കാണാത്തതുകൊണ്ട്. ഇതൊരു എക്സ്പെൻസീവ് ഡോൾഫിൻ ടൂറായിട്ട് മാറി. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും യാത്രകളുടെ ഒരു പ്രത്യേകത. നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ വിചാരിച്ച പോലെ എല്ലാം നടക്കണമെന്നില്ല, വിചാരിച്ച കാഴ്ചകൾ കാണണമെന്നുമില്ല. ചില സമയം നമ്മൾ പ്രതീക്ഷിച്ചതായിരിക്കത്തില്ല ആ യാത്രയുടെ ഹൈലൈറ്റായി മാറുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ആ യാത്രയിൽ നടക്കും. ചിലപ്പോൾ അതായിരിക്കും നമുക്ക് കൂടുതൽ മെമ്മറബിളായിട്ട് നിൽക്കുന്നത്. എന്തായാലും ഓക്ലൻഡിലെ വെയിൽ വാച്ചിങ് ടൂറിൻ്റെ റിയാലിറ്റി ഇതാണ്. വെയിൽസിനെ കാണാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇച്ചിരി പൈസ പൊട്ടിയെങ്കിലും ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു. നമ്മൾ സിറ്റിയിലൂടെ കുറച്ച് നടന്നു, ഒരു മാർക്കറ്റിൽ പോയി, പല ഐലൻഡുകൾ കണ്ടു. ഈ ഐലൻഡുകളൊക്കെ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ഒരുപാട് ഡോൾഫിൻസിനെ കണ്ടു. ഒരു നല്ല ഡേ ഔട്ട് തന്നെയായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. ഇനി മറ്റെന്തെങ്കിലും ഒരിക്കൽ എനിക്ക് വെയിൽസിനെ കാണാൻ പറ്റുമായിരിക്കും, ന്യൂസിലൻഡിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ. അങ്ങനെ നമ്മുടെ ഹൗറാക്കി ഗൾഫ് അഡ്വഞ്ചർ ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.